ഹോർമുസ് കടലിടുക്കിൽ നിന്ന് ഇന്ത്യൻ കപ്പലുകളെ സുരക്ഷിതമായി എത്തിക്കാൻ ഓപ്പറേഷൻ ഊർജ്ജ സുരക്ഷയുമായി നാവികസേന. ഹോർമുസിലുള്ള 20 ഇന്ത്യൻ കപ്പലുകളുടെ യാത്ര സുരക്ഷിതമാക്കി 5 പടക്കപ്പലുകളെ വിന്യസിച്ചാണ് പ്രതിരോധ വൃത്തങ്ങൾ അറിയിക്കുന്നത്. അതേസമയം ജാഗ് വസന്ത് എന്ന LPG ടാങ്കർ ഇന്ന് ഇന്ത്യൻ തുറമുഖത്തെത്തും എന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം കൂടിയുണ്ട്. അജയ്, ഇതാണ് ഈ പ്രധാനപ്പെട്ട കാര്യം. അതായത് ഇറാൻ സമ്മതിക്കുകയാണ് നമ്മുടെ കപ്പലുകളെ കയറ്റിവിടാം, നമ്മൾ സുഹൃത്ത് രാജ്യമാണ് എന്ന്. ഇതിനിടയിൽ കൂടുതൽ സുരക്ഷിതത്തിനായി ഇന്ത്യൻ നാവികസേന അവിടെ ഉണ്ട്, ഹോർമുസിന് സമീപത്തുണ്ട്. ഇപ്പോൾ 20ഓളം കപ്പലുകൾ അല്പ ദിവസങ്ങൾക്കുള്ളിൽ ഇങ്ങോട്ടേക്ക് എത്തുമെന്നുള്ള വിവരമാണ്. ഇതിന് സുരക്ഷ കൂട്ടുകയാണ് ലക്ഷ്യം, അല്ലേ? തീർച്ചയായിട്ടും. ഇപ്പോൾ ഈ ആക്രമണങ്ങൾ നടക്കുന്ന സാഹചര്യത്തിൽ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യൻ കപ്പലുകൾ അത് ഹിറ്റ് ചെയ്യപ്പെടാനുള്ള സാഹചര്യം ഉണ്ട്. അത് ഇപ്പോൾ സുഹൃത്ത് രാജ്യമാണ്. ഇപ്പോൾ ഇറാൻ്റെ അനുമതി ഉള്ളതുകൊണ്ട് തന്നെ മേഖലയിലൂടെ മറ്റ് ഭയമില്ലാതെ യാത്ര ചെയ്യാം. പക്ഷേ ഈ സംഘർഷങ്ങൾ അത് രൂക്ഷമായ പശ്ചാത്തലത്തിൽ തന്നെ ചിലപ്പോൾ ആക്രമണങ്ങൾ അത് നേരിട്ടേക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ ഇത്തരം ആക്രമണങ്ങൾ അത് നേരിടാനാണ് ഇന്ത്യൻ പ്രതിരോധ വിഭാഗം ഇവിടേക്ക് കൂടുതൽ യുദ്ധക്കപ്പലുകളെ അയച്ചിട്ടുള്ളത്. അപ്പോൾ ഇതുവഴി തിരിച്ചാക്രമിക്കുകയല്ല ലക്ഷ്യം. ഇവിടേക്ക് ഇന്ത്യൻ വാണിജ്യ കപ്പലുകളെ കേന്ദ്രീകരിച്ച് നടക്കുന്ന ആക്രമണങ്ങൾക്ക് ഒരു തടയിടാനാണ് ഇത്തരം കപ്പലുകളെ മേഖലയിൽ വിന്യസിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതുവഴി കൂടുതൽ കപ്പലുകൾക്ക് ഒരു സുരക്ഷിത പാതയൊരുക്കി ഈ കപ്പലുകളെ ഇന്ത്യയിലേക്ക് എത്തിക്കുക തന്നെയാണ് ഇപ്പോൾ പ്രധാനമായിട്ടും ലക്ഷ്യമിടുന്നത്. ഇപ്പോൾ അതിനായിട്ട് വരും ദിവസങ്ങളിൽ കൂടുതൽ നടപടികൾ ഉൾപ്പെടെ സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിക്കാം. ഇന്ന് ജഗ് വസന്ത് എന്ന LPG കപ്പൽ ഇന്ത്യയിൽ എത്തിച്ചേരും. എന്നാൽ മുൻപത്തേക്കാൾ കൂടുതൽ ഒരു വലിയ സ്ലോ പ്രോസസ്സിലൂടെയാണ് ഇത്തരം കപ്പലുകൾ ഇന്ത്യയിലേക്ക് എത്തുന്നത്. അത് നമ്മുടെ ഈ വാണിജ്യ വിതരണത്തെ ഉൾപ്പെടെ വലിയ തോതിൽ അത് ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വരും ദിവസങ്ങളിൽ കൂടുതൽ കപ്പലുകളെ പെട്ടെന്ന് തന്നെ ഈ ഹോർമുസ് വഴി കടത്തി വിട്ടുകൊണ്ട് അത് ഇന്ത്യയിലേക്ക് എത്തിക്കാനുള്ള നീക്കങ്ങളാണ് നടക്കുന്നത്. മാത്രമല്ല മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള ഈ LPG അതുപോലെ തന്നെ പെട്രോളിയം ഇറക്കുമതി അത് വർദ്ധിപ്പിക്കാനും ആലോചനയുണ്ട്. ശരി, അജയ് സുധാ ബിജുവാണ് വിവരങ്ങൾ പങ്കുവച്ചത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.